മമ്മി മാമി എടുത്തല്ലോ for feet. Down to one, tell and half feet. തെളിവെല്ലാം ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആടുതോമ നിരപരാധിയാണ്. പണ്ട് ഇന്ദുചൂട്ടനെ രക്ഷിച്ച വക്കീൽ നന്ദഗോപാൽ മാരാരാണ് ഈ കേസ് വാദിക്കുന്നത്. ഈ കേസ് വാദിക്കരുതെന്നും പറഞ്ഞു ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും പോയി ചിലരെന്നെ വിളിച്ചിരുന്നു. മാരാരി കേസ് അപ്പിയർ ചെയ്യുകയും ചെയ്യും. നിരപരാധിയായ ആടുതോമയെ പുല്ല് വളർക്കി കൊണ്ടുവരികയും ചെയ്യും. യഥാർത്ഥ പ്രതി നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറുവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം. പക്ഷേ ഒരു നാൾ ആ പുറത്തു വരും മിസ്റ്റർ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. Unbecoming an officer. I pity you for the dirty game you have played in this case. That manipulated. A police is supposed to be the watchdog of the system and servant of society. But instead, you behaved like a barking mad dog to wreak vengeance against your family enemy. A law citizen and ex-judiciary officer who always give predominant consideration for his profession than any personal relationship or any personal bondage. By incriminating such a partial loyal soul, you have proved that you are ashamed to total fools of this country. That's all you are. ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്ത് ദൈവമേ. യഥാർത്ഥ പ്രതി ഞാൻ മിഠായി മഴയ്ക്ക് മുൻപ് പറയാം. ശരി, ഓക്കെ സാർ. മിനുട്ടാ മൊത്തം എന്നെ നോക്കിയായിരുന്നു. മിക്കവാറും ഞാനാണോ പ്രതി? ബാക്കിംഗ് ഡോഗ് അതെന്തായിരുന്നു? കട്ടോണ്ട് പോയത് ആ മുട്ടായി കട്ടോണ്ട് പോയത്. അത് എനിക്ക് അല്ല പ്രതി ഞാൻ മിഠായി മഴയ്ക്ക് മുൻപ് പറഞ്ഞോളാം. പറയും അതിന് മുമ്പ് പറയും. ഓക്കെ, പറയും. എന്തായാലും ബട്ടേർഡ് കലക്കി. Thank you. വേറെ ലെവൽ. അതെ, Thank you. ഇതൊക്കെ അതെ എങ്ങനെ പഠിച്ചതെല്ലാം? അതന്നെ എന്റെ ചോദ്യം. My mother and dad teach me. മധുവെക്കൊരു കാര്യം അറിയോ? അന്ന് ഇവിടുന്ന് ഒരു മുട്ടായി മുണ്ടിന് കെട്ടി കൊണ്ടുപോയില്ലേ? ആ കൊണ്ടുപോയ മുട്ടായി മൊത്തം ആരാണ്ട് എടുത്തോണ്ട് പോയി. അത് അന്വേഷിക്കാനാണ് ഈ CBI ഇവിടെ. അങ്ങനെയാണ് പിന്നെ നന്ദഗോപാൽ മാരാർ വന്നു. അത് അവര് രണ്ടുപേരും വന്നത് ആ പ്രതിനെ അന്വേഷിക്കാൻ. നിരപരാധിയാണ്. പക്ഷെ പ്രതിനെ സാറിന് കിട്ടി. അത് അടുത്ത മിഠായി മഴയ്ക്ക് മുന്നേ പറയൂ അല്ലേ? ഈ മിഠായി മഴയ്ക്ക് പറയും. ഇനി വരാൻ പോകുന്ന മിഠായി മഴയ്ക്ക് മുമ്പ് എങ്ങനെയാണ് നടന്നത്? ഇങ്ങനെ ഞാൻ പിടിച്ചു. എന്നിട്ട് ഞാൻ ഈ ഒരു കൈ ചുരുട്ടി പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നടന്നു. ആണല്ലേ? അങ്ങനെയാണ് നടന്ന് കാണിച്ചേ കാണട്ടെ. ഇതുപോലെ റെഡി. ആ കൊള്ളാട്ടാ. കറക്റ്റ് മമ്മൂക്ക നടക്കണ പോലെ. അടിപൊളി. മമ്മി ഞാൻ ടിവിയിൽ കേട്ട കുറച്ച് പാട്ടുണ്ടായിരുന്നു. ഞാൻ ടിവിയിൽ എല്ലാ ദിവസവും കൊറേ DJ പാട്ടുകള് ഈ കേക്കാറുണ്ട്. കൊറേ DJ പാട്ടോ? ഇതുപോലത്തെയൊക്കെ അതുപോലത്തെയൊക്കെ പാട്ട് കേൾക്കാറുണ്ട്. അതിനകത്തൊരു പാട്ട് പാടണം. അതെങ്ങനെയത്? കഴിഞ്ഞ അയ്യോ ഞങ്ങൾക്ക് ഇനിയും കേൾക്കാൻ തോന്നി. അടിപൊളിയായിരുന്നു. ലിറിക്സ് ആണെങ്കിലും
ഞങ്ങൾ ഡാൻസ് കളിക്കണമെങ്കിൽ ഇങ്ങനെ ഉണർന്നു വരികയായിരുന്നു. ഓക്കെ. ആ പാട്ടല്ലേ അത്? അതായത് പാട്ട് നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. ആ സാധനമാണ്. ഓ അത് ശരി. കൊള്ളാട്ടോ, നന്നായിരുന്നേ, നന്നായിരുന്നു. പുതിയതായി എന്തൊക്കെ ഇന്ന് പാട്ടുണ്ടോ? സർപ്രൈസ് ഓൺലി. സർപ്രൈസ് ഓൺലി. ഓൺലി. ഏത് പാട്ടാന്ന് പറയില്ല അല്ലേ? അതെന്താ അറിയോ, ഈ ക്യാരക്ടർ ആവാനായിട്ട് കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു. ഇപ്പൊ എന്ത് സംസാരിച്ചാലും കുറച്ച് ഇംഗ്ലീഷ് കലർത്തിയ മിണ്ടു. സർപ്രൈസ് ഓൺലി. എന്തോ ഇനി ഇവനെ ബട്ടർ കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി. ബട്ടർ കൃഷ്ണനോ? ആ എന്നെ നവനീത്. അതാണോ അർത്ഥം? ആ ബട്ടർ. ആണോ? നവനീത് വെണ്ണയിലാണ്. പക്ഷെ ഞാൻ ബട്ടർ കൃഷ്ണനല്ല, പിന്നെ ആരാ ഇത്? ഞാൻ ചോറ് കൃഷ്ണനാ. ചോറ് ഇഷ്ടം പോലെ കഴിക്കണ കൃഷ്ണനാണ് അത്. ചോറ് ഇഷ്ടം പോലെ കഴിക്കും. ചോറിന്റെ കൂടെ എന്താ കഴിക്കണേ ഈ കൃഷ്ണൻ? കൂടി ചിക്കനോ മീനോ എന്തെങ്കിലും അത് ശരി. കഴിക്കും. എല്ലാം കഴിക്കുമല്ലോ. ആരാ ഉണ്ടാക്കണ? അമ്മൂമ്മയാണോ അമ്മയാണോ? നമശിവായ ആയ ഓം നമശിവായ ആരഭി എന്ന രാഗം. ആരഭി എന്നൊരു അമ്മയുടെ പേര് ആരഭി. അമ്മയാണല്ലേ? ഓ അത് ശരി. അമ്മൂമ്മയൊന്നും ഉണ്ടാക്കില്ലേ? അമ്മമ്മ ഇന്ന് ഭയങ്കര നല്ല മൂഡിലാണല്ലോ. നമസ്കാരം. അങ്ങോട്ട് നോക്കല്ലേ. കേട്ടാ പാടില്ല, അത്രേ ഉള്ളൂ. എന്തോ അങ്ങോട്ട് നോക്കരുത്. പിന്നെ ഇല്ലേ, അല്ല അമ്മൂമ്മ ഉണ്ടാക്കാറില്ലേ? അമ്മമ്മ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ആണോ? ഓക്കെ. ഹെൽപ്പിംഗ് ഓൺലി. ഹെൽപ്പിംഗ് ഉണ്ട്. ഹെൽപ്പിംഗ് അപ്പൊ ഓൺലി. അമ്മമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ? മീൻ മാത്രം കറി ഉണ്ടാക്കാൻ മാത്രം അറിയാം. അത് കൊള്ളാണോ? ആണല്ലേ? ഫിഷ് കറി ഓൺലി. പക്ഷെ ഫിഷ് കറി എന്ന് വെച്ചാൽ എന്താന്നറിയാലോ, നമ്മുടെ ഫിഷ് കറി അമ്മ നമ്മുടെ ഫിഷ് കറി അമ്മ പൊളിച്ച് പൊളിച്ചാ നല്ല ഫിഷ് കറിയാ. ആണല്ലേ? അപ്പൊ നമുക്ക് കിട്ടുമോ ഒരു ദിവസം ലതാമ്മയുടെ ഫിഷ് കറി? ഓക്കെ, ഒന്ന് പറഞ്ഞ് ഒന്ന് സെറ്റ് ആക്കി തരും. അന്ന് റെഡിയാക്കി തന്നേക്കാം. ലതാമ്മ നോക്കാതിരുന്ന ലതാമ്മ എന്തും ചെയ്തു തരും. അങ്ങോട്ട് നോക്കണ്ട. ലതാമ്മേ ഉണ്ടാക്കി തന്നു. നമുക്ക് വേണം ഫിഷ് കറി. ഉണ്ടാക്കി തരുമോ? അപ്പൊ സെറ്റ്. ഒരു പാട്ട് പാടുന്നതിനെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്നാ? ഓക്കെ, ഓക്കെ, പാട്ട് റെഡിയല്ലേ? ഓക്കെ All the ഓക്കെ. best. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. All the best. ബൈ സർ. എല്ലാവരും ഇവിടെ ഇരിക്കണം. ഓക്കെ സർ. ഓക്കെ. sir. എന്താ സാറിന്റെ പേരെന്താ പറഞ്ഞേ? CBI ചന്തു. 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 ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ, അതിരും അതിലും ഇല്ലാതെ കനവിൽ വളരും നീയാരോ. ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ, അതിരും അതിലും ഇല്ലാതെ കനവിൽ വളരും നീയാരോ. എതിരെ വന്നെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല, നേരിൽ കാണും മുൻപേ എൻ കരളിൽ നീയുണ്ടേ. തേനിമ്പ മൂളുന്ന വാനം പാടിയോ, താരമ്പ കണ്ണുള്ള നാണക്കാരിയോ. തേനിമ്പ മൂളുന്ന വാനം പാടിയോ, താരമ്പ കണ്ണുള്ള നാണക്കാരിയോ. നോക്കുമ്പ പൂക്കുന്ന പാരിജാതമോ ആരോ നീയടകേ. ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ, അതിരും അതിലും ഇല്ലാതെ കനവിൽ വളരും നീയാരോ.
പൂക്കുന്ന പാരിജാതമോ ആരോ നീ അഴകേ ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീ ആരോ അതിരും അതിലും ഇല്ലാതെ കനവിൽ വളരും നീ ആരോ മനസ്സിൽ മയങ്ങും കിളിതനരികെ പരിഭവമുമാ എത്തുമിണയോ കുളിരുമണികൾ മൊഴിയിലുതിരും പവിഴമഴയായി വന്ന സഖിയോ മിന്നാമിന്നിക്കരളിലും നക്ഷത്രം കൂടണയുമോ എന്നിൽ നീ വന്നണയവേ ഇല്ലെന്നോ താൻ കഴിയുമോ എൻ മൗനം എല്ലാം പറയാതെ പറയുമോ തേനിമ്പം മൂളുന്ന വാനം പാടിയോ താരമ്പ കണ്ണുള്ള നാണക്കാരിയോ നോക്കുമ്പ പൂക്കുന്ന പാരിജാതമോ ആരോ നീ അഴകേ ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീ ആരോ അതിരും അതിരും ഇല്ലാതെ കനവിൽ വളരും നീ ആരോ സൂപ്പർ സൂപ്പർ ആഹാ കാലക്കേട്ടാ താങ്ക് യു CBI ചന്തു അസ്ന നൈസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു ബ്യൂട്ടിഫുൾ ആയിരുന്നു ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു അല്ലേ? വെരി റൊമാൻറ്റിക്. ഇത് ആരുടെ ഫോട്ടോയായി? അതെ എനിക്ക് കാണിച്ചുതരാം ഒന്ന് ഓർത്ത് നോക്ക്, 2 മിനിറ്റ് പാടും അപ്പോഴേ ഫോട്ടോ എടുക്കും. കാണിച്ചു തരട്ടെ ആ കാണിച്ച ഇത് അറിയണം ഞങ്ങക്ക് ഇത് ആരാന്ന്. ഞാനായിരിക്കും. ആരാ? അല്ല അല്ല പിന്നെ ആരാ? ഇത്ര ചിരിക്കാൻ ഇതാരാ? കമ്പനിയാണോ? അല്ല കാണുന്നില്ല വീരോട്ടാ. നിങ്ങളത് കാണണം. ഞങ്ങള് പറ ഇതാരാന്ന് പറ. മനസ്സിലായി, മറ്റേ നമ്മുടെ മൈഥിലിയുടെ അനിയത്തിയോ? അല്ല പിന്നെ പിന്നെ ഇതാരാ? എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ശ്വാസം നോയനെ. ഇതാരാ? നോക്കള് നോക്ക്. മീൻകുട്ടനാണ് ഇത്? ചെറിയ മീൻകുട്ടനാണ്. അതെ വെറുതെ അല്ല, അതാണ് മിനുട്ടി ഇത്ര ചിരിക്കണേ. ആന്നേ. ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അത് ഈ ഫോട്ടോ. ഇത് എവിടുന്നാണ് കിട്ടിയത് നിനക്ക്? അച്ഛൻ പ്രിന്റ് ചെയ്തെടുത്തതാ. അച്ഛൻ പ്രിന്റ് ചെയ്തെടുത്തോ? അച്ഛന്റെ ഒരു കാര്യമായി. അച്ഛൻ എന്തൊക്കെ വേലത്തരങ്ങൾ അച്ഛൻ കാണിക്കണേ. അതൊക്കെ വന്നിട്ട് ഇവിടെ ഞാൻ ആ ഫോട്ടോയിൽ ഉമ്മ കൊടുത്തിട്ടുണ്ട്. അയ്യോടാ. എന്നാ ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരട്ടെ. എന്താ ഫോട്ടോയില് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ കാരണം? കാരണം മീനൂട്ടി ചേച്ചിയുടെ അന്നത്തെ മോൻ ഇന്നത്തെ മോൻ എന്ത് ക്യൂട്ടാ. എന്റെ ഗ്ലൂക്ലൂസ് പൊടിയെക്കാട്ടും ക്യൂട്ട്. വീഴട്ടെ ഇവിടെ. വേണ്ട. Thank you, കേട്ടോ. അയ്യോ കലക്കി പാടിയല്ലോ. താങ്ക് യു കലക്കിട്ടാ. താങ്ക് യു. നീ ആരോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ മേളിലോട്ട്. വെള്ളോട്ട് പിന്നെ വളരും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അതെന്തോ? വീല് കറങ്ങുന്നത്. വീല് കറങ്ങുന്നത്. ഓ അതാണ് ഇങ്ങനെ വളരുന്നത്. പിന്നെ ഇടയ്ക്ക് കനകത്തിരികൾ പാടിയില്ലേ? അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടേ. എങ്ങനെയാണ് കനകത്തിരികൾ? കനകത്തിരികൾ അത് കഴിഞ്ഞിട്ട് ചിരിയിലണിയും പിന്നെ പുലരി വിളക്കാ എന്ന കണിയോ. എല്ലാ സംഗതിയും ആ ഒരു സംഗതി ഉണ്ട് അവിടെ. ഇതുണ്ട്. അവിടെ ഒരു സംഗതി ഉണ്ട്. നിന്ന കണിയോ? അതെങ്ങനെയാ? അതെങ്ങനെയാ അത്? നിന്ന കണിയോ. അത് തന്നെ. അത് തന്നെ. എന്തായാലും കാലക്ക് കേട്ടോ നവനീത് കുട്ടാ.
എന്തായിരുന്നു മമ്മൂക്കായിട്ടുള്ള ആ അഭിനയവും പിന്നെ ആ ഡാൻസും ഇടയ്ക്ക് കാലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അത് സൂപ്പർ സ്റ്റെപ്പ് ഇങ്ങനെ അതെ 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 അങ്ങനെ കാണിച്ചു. എന്തായിരുന്നു സ്റ്റൈല്? കലക്കി. ഇതൊക്കെ എങ്ങനെ പഠിച്ചേ? മമ്മൂക്കയുടെ കണ്ടുപിടിച്ചതാണോ? മമ്മൂക്കയുടെ കണ്ടുപിടിച്ചതാ, വീഡിയോയില് നോക്കി പിടിച്ച. ആണോ? വെറുതെ അല്ല, അതുപോലെ തന്നെ ഉണ്ടല്ലേ. മധു നമുക്ക് ട്രൈ ചെയ്താലോ? അതെ, അത് നമുക്ക് പറ്റും. ആര്യ നമുക്ക് ഞാൻ റെഡി അല്ലേ? ഓൾറെഡി ചെയ്യാം. തേനിമ്പം മൂളുന്ന വാനം പാടിയോ, താരമ്പ കണ്ണുള്ള നാണക്കാരിയോ. തേനിമ്പം മൂളുന്ന വാനം പാടിയോ, താരമ്പ കണ്ണുള്ള നാണക്കാരിയോ. പൊക്കുമ്പോ പൊക്കുന്ന പാരിജാതമോ ആരോ നീ അഴകേ. ഊരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ. അതിരും അതിലും ഇല്ലാതെ കനവിൽ വളരും നീയാരോ. അതെ, എനിക്ക് ഇതുവരെ ഒരു ടോപ്പ് സിംഗറിന് ഗിഫ്റ്റ് തന്നിട്ടില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാമോ? ആർക്കോ കാർ കൊടുത്തത് അറിഞ്ഞല്ലേ നീ? നവനീത് കുട്ടന് ഞാനൊരു ഉഗ്രൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പോരും. ഞാനെല്ലാം എടുത്തു വെച്ച് പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് പക്ഷെ മറന്നുപോയി കൊണ്ടുവരാൻ മറന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ കിൻഡർ മാർക്സ്. ബോക്സ് തരാമല്ലോ. താങ്ക് യു. തന്നാ മതി. ഞാൻ പാട്ടിനെ പറ്റിയിട്ട് ഞാൻ പറയാൻ മറന്നുപോയി. കിടുന്നതായിരുന്നു. വേറെ ലെവലായിരുന്നു. വേറെ സീൻ. ദോശ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറയല്ലേ കിഡ്ലോക്സ്. അതുപോലെ തന്നെ യെസ്. ഇത്രയും വരിയും ഈ ഡയലോഗും ഈ സ്റ്റെപ്പും ഇതെല്ലാം നീ ഒരു ഒറ്റ ആളിരുന്ന് ചെയ്യുന്ന ആലോചിക്കുമ്പോ തന്നെ എന്റെ തല ഇങ്ങനെ പൊട്ടിപ്പോകുന്നു. തല പെരുക്കുന്നു. അതെ, അതാണ് വേറെ വേറെ ലെവൽ. കേട്ടോ, വേഷമൊക്കെ കിടിലം കോസ്റ്റ്യൂം. എന്ത് വേണം? വെരി ടാലന്റഡ്. CBI ചന്തു. ഇപ്പഴേ ഞങ്ങൾക്ക് മനസ്സിലായി, വലുതായി കഴിയുമ്പോ നവനീത് കുട്ടനെ എങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരിക്കും അല്ലേ? റൊണാൾഡോയുടെ ലുക്കായിരിക്കും. അങ്ങനെ ആയിരിക്കോ? റൊണാൾഡോയുടെ ലുക്ക് ആയിരിക്കും കേട്ടോ. ഞാൻ വിചാരിച്ചു വലുതായിരിക്കുമ്പോ ഒരു CBI ഓഫീസർ, ഇതുപോലൊരു CBI ഓഫീസർ ആവുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കാനാ തീരുമാനിച്ചേക്കുന്നത്. ആ ഫുട്ബോൾ കളിച്ച് CBI ജോലി കിട്ടും. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ തീരുമാനിച്ചത്. തൽക്കാലം മാറ്റമൊന്നുമില്ല. അടുത്തമ്മ ഈ സ്റ്റേജ് വിട്ട് ഇറങ്ങിയ സമയത്ത് അവിടെ ചെന്നു കൊച്ചുങ്ങൾക്ക് മുട്ടയെ കൊടുത്തു. ആ സമയം മുട്ടയെ കൊടുത്തതിന് ശേഷം ഒരാള് വേറൊരാളെ ഒരു റൂമിൽ നിന്ന് വിട്ടു. ആ വിട്ടിരുന്ന ആളുടെ പേരാണ് സാക്ഷാൽ കുട്ടച്ചൻ. ദാ മുള്ളിരിപ്പുണ്ട്. ആ കുട്ടച്ചൻ ഇങ്ങനെ നടന്നു വന്നു. എല്ലാ ദിവസവും മരത്തിൽ കയറി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടച്ചനാണ് ഇപ്പതാ ഈ ഫ്ലോറിന്റെ മേളിൽ നിൽക്കുന്നത്. ഈ കുട്ടച്ചൻ അവിടെ വന്ന് എന്റെ ആ മുട്ടയെ ഫുള്ള് തട്ടിപ്പറിച്ചോണ്ട് എന്റെ ഫുള്ള് മിഠായി തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്ന് വെച്ചാ ആടുതോമ്മയുടെ കയ്യിൽ ഫുള്ള് മിഠായി തട്ടിപ്പറിച്ചോണ്ട് പ്രതി. അപ്പം എന്നിട്ട് എവിടേക്കാണെന്ന് അറിയ കൊണ്ടുപോയ ആ റൂമിന്റെ പേര് പറയാം, PCR റൂം. അപ്പൊ ആരാണ് പ്രതി? രാകേഷ് അങ്കിൾ. അപ്പൊ രാകേഷ് ഏട്ടനാണോ അത് മൊത്തം തിന്നത്? അതെ അതെ, ഓക്കെ. രാകേഷിനെ വിലങ്ങ് വെച്ച് കൊണ്ടുവരണ്ടേ? അതൊന്ന് കാണണമായിരുന്നു. എനിക്കും കാണണമായിരുന്നു. രസമായിരുന്നു രാകേഷേ. രാകേഷ് വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നു. രാഘു മുങ്ങി. രാഘുവിന് ആ ഏരിയ പോലും കാണാനില്ല. രാഘു ഇനി പിടികിട്ടാപ്പള്ളിയാ. പിടികിട്ടാപ്പള്ളി. ഞാൻ പുറത്ത് ചെന്നിട്ട് ഞാൻ ആ ആര്യ ചേച്ചിയുടെ അത് വെച്ച് ബ്ലോക്ക് ചെയ്തോളാം. അന്ന് എന്റെ കൈണ്ട് വിലങ്ങ് വെച്ചിട്ട്. ക്യാപ്റ്റൻ ഒരു മധുരമഴ കൊടുത്താലോ? ഇങ്ങോട്ട്. അപ്പൊ വരട്ടെ നമ്മുടെ നവനീത് കുട്ടനെ ഒരു മധുര മഴ. തേനിമ്പം മൂളുന്ന വാനം പാടിയോ,